5 ലിറ്റർ വെള്ളമാണ്. വെള്ളം. ഓക്കെ. പിന്നെ വേണ്ടത് നമ്മൾ ഈ മിക്സ് ചെയ്ത സംഭവത്തെ 2 ആഴ്ച അടച്ച് മാറ്റി വെക്കണം. 2 ആഴ്ച വെക്കണം അല്ലേ? കറക്റ്റ് പുളിച്ചിട്ട് ദിവസവും നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്നിട്ട് അവനൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ 2 ആഴ്ച വെച്ചതിന് ശേഷം 1:3 റേഷ്യോയിൽ നമ്മുടെ ചെടികൾക്കെല്ലാം, ഇന്ന ചെടിയൊന്നുമില്ല, ഓക്കെ, എല്ലാ ചെടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം അച്ഛാ പറഞ്ഞു കൊടുക്കൂ, ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ട് കാണും NPK ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞിട്ട്. NPK ഞാൻ കേട്ടിട്ടില്ല. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. ഓ, അതാണോ അതിൻ്റെത്? ഓക്കെ. അപ്പോൾ ഈ 3 ഐറ്റത്തിനാണ് നമ്മൾ NPK വളത്തിൽ കാര്യമായിട്ട് അടങ്ങിയിരിക്കുന്നത്. ഈ 3 ഐറ്റംസാണ്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ആ വളപ്പിടി വരെ പോകണം? നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളെ കൊണ്ട് ഈ സംഭവത്തെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. NPK, നൈട്രജൻ, പൊട്ടാസ്യം. ഓക്കെ കേട്ടോ. അപ്പോൾ ഈ 3 ഐറ്റം നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളിൽ ഒത്തിരി കിടക്കുന്നുണ്ട്. ഓക്കെ. ഈ സാധനങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നതാണ്. സാധാരണ നമ്മൾ 2-3 സാധനങ്ങളൊക്കെയാണ്. ഇത് അച്ഛൻ ഈ തൈര് വെച്ചിരിക്കുന്നതും ശർക്കര വെച്ചിരിക്കുന്നതും ക്വിക്ക് ഫെർമെന്റേഷന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് അത് ഫെർമെന്റ് ആയിക്കോളും, അതിന് വേണ്ടിയിട്ടാണ്. ബാക്കി ഈ ഐറ്റംസ് അതിന് ഇൻക്ലൂഡ് ആകേണ്ട സാധനങ്ങളാണ്. ഓക്കെ കേട്ടോ. ഈ പറഞ്ഞ സാധനങ്ങളിലെല്ലാം, അച്ഛൻ ഈ കാണിച്ചു തരാൻ പോകുന്ന സാധനങ്ങളെല്ലാം ഈ 3 സംഭവങ്ങളും നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും നല്ല കലവറകളാണ് ഇതിൻ്റെ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമ്മൾ ചെറുതായിട്ട് സ്ലൈസ് ചെയ്യുന്നു. എന്തെല്ലാം സാധനങ്ങളാണെന്ന് വെച്ചാൽ ഇത് അച്ഛൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇത് വാഴത്തണ്ട കേട്ടോ. ഓക്കെ. വാഴയുടെ ഇലയുടെ സെൻട്രൽ ഭാഗത്തുള്ള ഇത് വാഴത്തല അച്ഛൻ ഇത് മാറ്റി വെച്ച ഇലകളാണ്. ഇല അല്ലേ? ഓക്കെ. ഇത് ഉള്ളിത്തൊലി. ഇത് വെളുത്തുള്ളിൻ്റെ തൊലി. ഓക്കെ കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ ചായച്ചണ്ടി, വീട്ടിൽ ചായയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വേസ്റ്റ് ആണ്. പിന്നെ ഇത് എക്സെല്ല്, കോഴിമുട്ട തോട്, കാൽഷ്യം. ഓക്കെ, അതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു NPK വളമായിട്ടാണ് ഞാനിന്ന് വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന രീതികൾ ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ. അടങ്ങിയ സാധനങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതുകൊണ്ടുള്ള ഉപകാരങ്ങൾ കൂടി ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ. പച്ചനത് കഴിയുന്ന സ്ലൈസാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കിട്ടും. ഓക്കെ. അപ്പം അച്ഛൻ സാധനങ്ങളൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മുടെ വാഴയുടെ തണ്ട് അച്ഛൻ വെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ അതിനോടൊപ്പം തന്നെ ഈ വാഴയുടെ ഇലയും കൂടി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വാഴയുടെ ഇലയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ വീട്ടിലും കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. കൈ നോക്കണേ. അച്ഛൻ വാഴയുടെ ഇലയും വെട്ടിയിട്ടുണ്ട്, ഇതാ കാണുന്നു. ഓക്കെ സാർ. അപ്പോൾ ഇനി നെക്സ്റ്റ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിക്സാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അച്ഛൻ ഇതിൽ ഓൾറെഡി ഞാൻ ഇതിലെന്ത് ചെയ്തിട്ടുണ്ട്, വാഴേൻ്റെ ഇലയും വാഴേൻ്റെ തണ്ടും ഞാനിതിൽ വെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ. അതിൻ്റെ പുറമെ അച്ഛൻ എക്സെൽ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്യാം. ഓക്കെ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം കേട്ടോ. അതും അതിലിടുന്നു, കാൽഷ്യത്തിൻ്റെ അളവിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഉള്ളിത്തൊലി, വെളുത്തുള്ളിയുടെ തോലും കേട്ടോ. പിന്നെ നമ്മുടെ ചായയുടെ ചണ്ടിയാണ് കേട്ടോ. ഓക്കെ. ഇതൊക്കെ അളവ് കുറച്ച് കൂടിയാലും ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ. മറ്റേ കെമിക്കൽസ് ഒക്കെ കൂടുതലായി കഴിഞ്ഞാൽ ചായപ്പൊടി കുറച്ച് കൂടി, അല്ലെങ്കിൽ ഉള്ളിത്തൊലി കുറച്ച് കൂടി, വാഴൻ്റെ ഇല കുറച്ച് കൂടി എന്നുകൊണ്ട് കുഴപ്പമൊന്നും, ഒരു നെഗറ്റീവ് റിയാക്ഷൻ വരാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ശർക്കര പ്രത്യേകം പറയാൻ പോകുക ഞാൻ. ശർക്കര ഇട്ടു കേട്ടോ. ശർക്കര ഇട്ടു, തൈര് ഒഴിച്ചു കേട്ടോ. ഓക്കെ. അപ്പോൾ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് ഇത് രണ്ടും ഇടുന്നു. ഓക്കെ. അപ്പോൾ ഞാനിവിടെ 5 ലിറ്റർ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ. 5 ലിറ്റർ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നത്, ഈ 5 ലിറ്റർ വെള്ളത്തിൽ ഇവനെ ആഡ് ചെയ്യാം അല്ലേ കേട്ടോ. ഓക്കെ. 5 ലിറ്റർ വെള്ളമാണ്. ഓക്കെ. പിന്നെ വേണ്ടത് നമ്മൾ ഈ മിക്സ് ചെയ്ത സംഭവത്തെ 2 ആഴ്ച അടച്ച് മാറ്റി വെക്കണം. 2 ആഴ്ച വെക്കണം അല്ലേ? കറക്റ്റ് പുളിച്ചിട്ട് ദിവസവും നമ്മൾ അതിൻ്റെ അടപ്പ് തുറന്നിട്ട് അവനൊന്ന് ഇളക്കി കൊടുക്കണം.
അങ്ങനെ 2 ആഴ്ച വെച്ചതിന് ശേഷം 1:3 റേഷ്യോയിൽ നമ്മളെ ചെടികൾക്കെല്ലാം ഇന്ന ചെടിയൊന്നുമില്ല, ഓക്കെ, എല്ലാ ചെടികൾക്കും ഇത് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ NPKന്റെ എല്ലാ ഗുണങ്ങളും കിട്ടും ഇതിനകത്ത് തന്നെ ഉണ്ടല്ലേ? നമ്മൾ മറ്റേ വളപ്പിടിയിൽ പോയിട്ട് NPK ചോദിച്ചു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് എടുത്ത് തരും. ഇത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കിക്കൂടാ? ഓ, ഓക്കെ 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 കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നൈട്രജൻ, NPK കൊണ്ട് ഉദ്ദേശിക്കുന്ന ഈ 3 ഐറ്റംസ് ആണ്. എക്സ്ട്രാ നമ്മൾ എക്സലൊക്കെ ഇട്ട് അത് കാൽഷ്യത്തിൻ്റെയും പിന്നെ pH വാല്യൂ ബാലൻസ് ചെയ്യാനും വളരെ ഉപയോഗപ്രദമാണ്. ആണല്ലേ? കേട്ടോ. അപ്പോൾ ഇത് ചെറിയ ചെടികൾക്കൊക്കെ ഒഴിക്കുന്നത് 1:3 റേഷ്യോയിൽ വലിയൊരു പ്രശ്നം വരും. ചെറിയ ചെടിക്ക് ഒഴിക്കാം. 1:3 കേട്ടോ. ഇപ്പോൾ നമ്മൾ 5 ലിറ്റർ വെള്ളം ഇട്ടില്ലേ, 15 ലിറ്റർ വെള്ളം ആഡ് ചെയ്യണം. ഓക്കെ, അതാണ് 1:3, 3 മടങ്ങ് കേട്ടോ. ഓക്കെ. പിന്നെ ആളുകൾ ഇതിന്റെ എക്സാക്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷെ കണ്ടാൽ മനസ്സിലാവാവുന്നതേ ഉള്ളൂ എത്ര നാൾ നമ്മൾ ആഡ് ചെയ്യുന്ന കുഞ്ഞു ബൗളൊക്കെയാണ്. കാര്യമായിട്ട് വരുന്നത് നമ്മൾ പറഞ്ഞ 3 വളങ്ങളാണ്. ഇത് ഫെർമെന്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കരയും തൈരും കൂടുതൽ ആഡ് ചെയ്തത്. അപ്പോൾ 2 ആഴ്ച കൊണ്ട് ഇതിനെ നമ്മൾ ഇത് മെൽറ്റ് ആവും. 2 ആഴ്ച ദിവസം നമ്മൾ ഇളക്കലും കൂടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടി പിടിക്കാനുണ്ട്. എന്നിട്ട് അതിന്റെ സത്ത് എടുത്തിട്ട് ഇലകളൊന്നും ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ കണ്ടില്ല എന്ന് വരും. അതൊക്കെ അതിലങ്ങോട്ട് മിക്സ് ആയിക്കോളും കേട്ടോ. അതിനാണ് നമ്മൾ 2 ആഴ്ച വെക്കുന്നത്. 2 ആഴ്ച ലോങ് ടൈമിങ്. അപ്പോൾ എന്നിട്ട് അതിനെ ഒന്ന് ഇലകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനൊന്ന് മാറ്റിയെടുത്ത് അതിന്റെ വെള്ളത്തെ ചെടീന്റെ ചോട്ടിലിട്ടൂടെ? ഓ, ധൈര്യമായിട്ടിടാം. ഒന്നും നെഗറ്റീവ് ആക്ഷൻ വരില്ല. ഓക്കെ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഗൈസ്. അപ്പം അച്ഛാ ഒരു ടാറ്റ പറഞ്ഞോളൂ. ബൈ ബൈ. അപ്പം ഇഷ്ടപ്പെട്ടാൽ NPK ട്രൈ ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.